തെളിമയുടെ നാദം, തനിമയുടെ രാഗം, കനവിലൊരു നാളം, പ്രകാശനായ പ്രകാശിന മലങ്കരദർശൻ. കൂട്ടുകാരെ, നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നോ? നിങ്ങൾക്കിപ്പം ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആണോ അതോ നിങ്ങൾക്ക് സ്കൂളിൽ പോകുന്നതാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. പേടിക്കണ്ട 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 പേടിക്കണ്ട. ഏതിനെ അതിൻ്റെ മാസ്ക്, അതെ മാസ്ക് ആയിരുന്നത്. അതാരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതാണ് ജോണി. ജോണി ആരാ? ജോണി. ഹായ് കീർത്തി. ഓക്കെ ഓക്കെ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. അപ്പോൾ ജോണി, നീ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇപ്പോൾ ഇവരെല്ലാം ഓൺലൈൻ ക്ലാസ്സൊക്കെ പഠിച്ചവരൊക്കെ ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ സമയത്ത് നമുക്ക് ചില ദൈവവചനം കൂടെ ഒന്ന് പഠിക്കാനായിട്ടുള്ള സമയം കൂടാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? നിങ്ങളിത് കണ്ടപ്പോൾ ആദ്യം ജോണി മാസ്ക് ഒക്കെ ഇട്ട് വന്നപ്പോൾ നിങ്ങൾ പേടിച്ചു പോയി അല്ലേ? അച്ഛൻ വിചാരിച്ചു സാത്താനാ. നിങ്ങൾ വിചാരിച്ചോ സാത്താനാന്ന്? വേദപുസ്തകത്തിൽ സാത്താനെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും സാത്താനെക്കുറിച്ച് പറയുന്ന ഭാഗത്തെ അറിയാമോ? ആദ്യ ഭാഗത്തില്ലേ, ഉൽപ്പത്തി പുസ്തകത്തിൽ എന്തോ അത് പാമ്പിൻ്റെ രൂപത്തിൽ സാത്താൻ വന്നിട്ട് എന്തോ പറയുന്നു? ഹവ്വായ അമ്മച്ചിയോടും ഇത് നല്ല ഫലമാണെന്ന് പറയുന്ന ഭാഗമുണ്ടല്ലേ? അവിടെ സാത്താനെ കാണാം. അതുപോലെ തന്നെ ഇയ്യോബിൻ്റെ പുസ്തകമുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകത്തിലും സാത്താനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ടല്ലേ? ഓക്കെ. എന്നാൽ ഇതിനപ്പുറമായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മുടെ യേശു അപ്പച്ചനെ പരീക്ഷിക്കാനായിട്ട് വരുന്ന സാത്താനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമോ? അത് അറിയാം അല്ലേ? യേശു അപ്പച്ചൻ അവിടെ എന്താ ചെയ്യുന്ന അറിയാമോ? മലയുടെ മുകളിൽ 40 രാവും 40 പകലും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷമാണ് സാത്താൻ യേശുപ്പച്ചനെ പരീക്ഷിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ 1-2-3 ദിവസം നമുക്ക് ഒരുമിച്ച് ചേർന്ന് യേശുപ്പച്ചനെ പരീക്ഷിക്കുന്ന സാത്താനെക്കുറിച്ചും സാത്താനെ എങ്ങനെ യേശുപ്പച്ചൻ അതിജീവിക്കുന്നു എന്നൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ ആണോ? റെഡിയാണോ? ഓക്കെ. അപ്പോൾ അവിടെ യേശുപ്പച്ചൻ പ്രാർത്ഥിക്കുന്നുണ്ട് 40 ദിവസം കേട്ടോ. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുണ്ട് ജോണി? പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് അല്ലേ? അപ്പൊ പ്രേയർ ഈസ് പവർ എന്ന് പറയും. എന്താ? പ്രേയർ ഈസ് പവർ. അപ്പോൾ എന്നും പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നും പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? എല്ലാവരും പ്രാർത്ഥിക്കും. ജോണിയും പ്രാർത്ഥിക്കുമെന്നാ ജോണി പറയുന്നത്. വെരി ഗുഡ്. അപ്പം നിങ്ങൾ രാവിലെയും വൈകിട്ടുമെല്ലാം പ്രാർത്ഥിക്കണം. തന്നെയുള്ള പ്രാർത്ഥന ഉണ്ടാകണം. നിങ്ങളുടെ വീട്ടിൽ അപ്പായും അമ്മയും ചേർന്നുള്ള പ്രാർത്ഥനയില്ലേ? അതുണ്ടാകണം. പള്ളിയിൽ ഇപ്പോൾ നമുക്ക് പ്രയാസമൊക്കെ ഉണ്ട് പള്ളിയിലൊക്കെ പോകാനല്ലേ? എങ്കിലും പള്ളിയിലുമൊക്കെ പോകാനായിട്ട് നിങ്ങൾ പള്ളിയിലും പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് യേശുപ്പച്ചൻ സാത്താനെ അതിജീവിച്ചതുപോലെ നമുക്കും എന്ത് ചെയ്യാൻ പറ്റുന്നത്? സാത്താനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുന്നത്. റെഡിയാണ്? നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഓക്കെ, ശരി, വെരി ഗുഡ് ജോണി. അപ്പം നമുക്ക് ഒരു നല്ല പാട്ടും അതിൻ്റെ ആക്ഷനും ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? റെഡിയാണോ? നല്ലൊരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ. സാത്താനൊരു സൂത്രക്കാരൻ, പമ്മി വരും പിടിക്കാൻ. ദൈവത്തിൻ പൈതങ്ങളെ നിങ്ങളെല്ലാരും വചനമെന്ന വാളെടുത്തിടാ. സാത്താനൊരു സൂത്രക്കാരൻ, പമ്മി വരും പിടിക്കാൻ. ദൈവത്തിൻ പൈതങ്ങളെ നിങ്ങളെല്ലാരും വചനമെന്ന വാളെടുത്തിടാ. ബൈബിൾ പഠിച്ചു ദിനവും പ്രാർത്ഥിക്കുമെങ്കിൽ സാത്താൻ നിന്നെ പിടിച്ചിടാതെ. ബൈബിൾ പഠിച്ചു ദിനവും പ്രാർത്ഥിക്കുമെങ്കിൽ സാത്താൻ നിന്നെ പിടിച്ചിടാതെ. ദൈവം തന്റെ ചിറകടിയിൽ നമ്മെ നിത്യം കാത്തിടുമേ.
ചിറകടിയിൽ നമ്മെ നിത്യം കാത്തിടുമേ. സാത്താനൊരു സൂത്രക്കാരൻ, പമ്മി പമ്മി വരും പിടിക്കാൻ. ദൈവത്തിൻ പൈതങ്ങളെ നിങ്ങളെല്ലാരും വചനമെന്ന വാളെടുത്തിടാൻ. സാത്താനൊരു സൂത്രക്കാരൻ, പമ്മി പമ്മി വരും പിടിക്കാൻ. ദൈവത്തിൻ പൈതങ്ങളെ നിങ്ങളെല്ലാരും വചനമെന്ന വാളെടുത്തിടാൻ. ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പോ നല്ലൊരു പാട്ട് പഠിച്ചില്ലേ? ഈ പാട്ടിന് നല്ല മനോഹരമായ ഒരു ആക്ഷനും കൂടെ ഉണ്ട്. നമുക്ക് പഠിച്ചാലോ? എല്ലാരും റെഡിയല്ലേ? ഓക്കേ. സാത്താനൊരു സൂത്രക്കാരൻ, പമ്മി പമ്മി വരും പിടിക്കാൻ. ദൈവത്തിൻ പൈതങ്ങളെ നിങ്ങളെല്ലാരും വചനമെന്ന വാളെടുത്തിടാം. സാത്താനൊരു സൂത്രക്കാരൻ, പമ്മി പമ്മി വരും പിടിക്കാൻ. ദൈവത്തിൻ പൈതങ്ങളെ നിങ്ങളെല്ലാരും വചനമെന്ന വാളെടുത്തിടാം. ബൈബിൾ പഠിച്ചു ദിനവും പ്രാർത്ഥിക്കുമെങ്കിൽ സാത്താൻ നിന്നെ പിടിച്ചിടാതെ. ബൈബിൾ പഠിച്ചു ദിനവും പ്രാർത്ഥിക്കുമെങ്കിൽ സാത്താൻ നിന്നെ പിടിച്ചിടാതെ. ദൈവം തന്റെ ചിറകടിയിൽ നമ്മെ നിത്യം കാത്തിടുമേ. ദൈവം തന്റെ ചിറകടിയിൽ നമ്മെ നിത്യം കാത്തിടുമേ. സാത്താനൊരു സൂത്രക്കാരൻ, പമ്മി പമ്മി വരും പിടിക്കാൻ. ദൈവത്തിൻ പൈതങ്ങളെ നിങ്ങളെല്ലാരും വചനമെന്ന വാളെടുത്തിടാൻ. സാത്താനൊരു സൂത്രക്കാരൻ, പമ്മി പമ്മി വരും പിടിക്കാൻ. ദൈവത്തിൻ പൈതങ്ങളെ നിങ്ങളെല്ലാരും വചനമെന്ന വാളെടുത്തിടാൻ. നിങ്ങൾ പാട്ടൊക്കെ പഠിച്ചോ? ആ, നല്ല പാട്ടായിരുന്നു, നല്ല ആക്ഷൻ ആയിരുന്നു അല്ലേ? സാത്താൻ ഒരു സൂത്രക്കാരൻ. പക്ഷേ വചനം പഠിച്ചാൽ സാത്താനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സാത്താനിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുമെന്നൊക്കെ നമ്മൾ പാട്ടിൽ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ യേശുപ്പച്ചൻ്റെ കാര്യം അച്ഛൻ മുമ്പേ പറഞ്ഞിരുന്നു. യേശുപ്പച്ചൻ എന്താണ്? പ്രാർത്ഥനയിലൂടെയാണ് സാത്താനെ അതിജീവിച്ചത്. നമ്മുടെ ആ പാട്ട് പഠിപ്പിക്കുന്നത് ബൈബിൾ പഠിച്ചാൽ, വേദം പഠിച്ചാൽ നമുക്ക് സാത്താനെ അതിജീവിക്കാനായിട്ട് പറ്റുമെന്നുള്ളത്. അപ്പം കൂട്ടുകാരെ, നിങ്ങൾ വേദപുസ്തകമൊക്കെ വായിക്കുന്നവരാണോ? നിങ്ങൾ വായിക്കുന്നുണ്ടോ? ഉണ്ട്. ജോണി വായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും വേദപുസ്തകം വായിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വേദപുസ്തകം ദിനവും വായിക്കുകയും മനനം ചെയ്യുകയും ചെയ്താൽ ജീവിതത്തിൽ സാത്താനി ശക്തിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പ്രാർത്ഥിക്കണം, വേദപുസ്തകം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം അല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഇനി വേദപുസ്തകം വായിക്കാനായിട്ട് തയ്യാറാണോ? റെഡിയാണ്. എല്ലാ ദിവസവും ക്രമമായി ബൈബിൾ വായിക്കും എന്ന് നമ്മൾ തീരുമാനിക്കണം. അത് നമുക്കൊരു അനുഗ്രഹമായി തീരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേദപുസ്തകം വായിക്കുന്ന കുഞ്ഞുങ്ങളായി മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. അപ്പോൾ നിങ്ങൾ പാട്ട് പഠിച്ചത് അച്ഛന് സന്തോഷമായി. എന്നാൽ പാട്ട് മാത്രമല്ല, ഇനിയൊരു ചെറിയ ചിത്രീകരണം നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾ സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ടാകാം, കണ്ടിട്ടുണ്ടാകാം അല്ലേ? ഉണ്ട്. വെരി ഗുഡ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ലഘു ചിത്രീകരണം കൂടെ കണ്ടിട്ട് മടങ്ങി വരാം. ശരി. എന്റെ ലോകമാണിത്. ഈ മനുഷ്യരെല്ലാം എന്റെ അടിമകളാകാനുള്ളവരാണ്. ഞാനാണ് സാത്താൻ. എന്റെ ലോകം ഞാൻ വിസ്തൃതമാക്കും. അന്ധകാര ശക്തി കൊണ്ട് ഈ ലോകം ഞാൻ മൂടും. ഇന്ന് ഞാൻ ഇവിടെ വരുന്ന ആളുകളെയൊക്കെ എന്റെ കൈക്കീഴിലാക്കി എന്റെ കാൽച്ചുവട്ടിലാക്കും. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാം.
ഒരു കരോട്ടക്കാരൻ എന്നാണ് എല്ലാവരും എന്നെ അറിയപ്പെടുന്നത്. ഈ പേര് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയാമോ? LKG ക്ലാസ് മുതൽ ഞാൻ കരോട്ട പഠിച്ചതുകൊണ്ടാണ് ഈ സാധനം എനിക്ക് കിട്ടിയത്. പക്ഷെ എന്റെ ഉദ്ദേശം ലോകം അറിയപ്പെടുന്ന ഒരു ശക്തിമാൻ ആയി തീരണമെന്നാണ്. ഞാൻ നിരന്തരമായി വ്യായാമം ചെയ്യുന്നുണ്ട്, നല്ല ആഹാരം കഴിക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ ലോകത്തിന്റെ ഒരു ശക്തിമാനായിട്ട് മാറും. കണ്ടില്ലേ എന്റെ മസിലുകൾ? കണ്ടില്ലേ? മനസ്സിലായില്ല? ഇത്രയും മതിയോ കറുപ്പ്? നിന്നെ ഞാൻ മൊത്തം കറുപ്പാക്കി തരാം. മൊത്തമാ? നിന്നെ ഞാൻ ശക്തിമാനാക്കാം. എന്റെ ആഗ്രഹം തന്നെയാ. നീ എന്റെ കൂടെ പോരുന്നു. കൂടെ പോന്നാൽ നിനക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാനായി നിന്നെ ആക്കി തീർക്കാം. സത്യമാ? കള്ളം പറയല്ലേ? എന്റെ രാജ്യം വിസ്തൃതമാണ്. നീയും പോരുന്നു എന്റെ കൂടെ. ഞാൻ എപ്പം പോരുന്നത്? എങ്കിൽ നമുക്ക് പോയാലോ? നിന്നെ ഞാൻ ഗവർണർ ഉണ്ടോ? എന്നെ ഒന്ന് വന്ന് കാണാൻ പറയണം കേട്ടോ. എന്നെ നിങ്ങൾക്ക് അറിയാമോ? ഞാനാണ് കോടീശ്വരൻ. പക്ഷെ ജനങ്ങളെല്ലാവരും എന്നെ കോടീശ്വരൻ സാർ എന്നാണ് വിളിക്കുന്നത്. ഇത് കേൾക്കുമ്പോ എന്റെ കയ്യിലെ കാലിലൊക്കെ രോമാഞ്ച കുഞ്ചുകമാവും. എനിക്കാണെങ്കിൽ എത്ര എസ്റ്റേറ്റുകളാണ് കിടക്കുന്നത് അറിയാമോ? പക്ഷേ ഈ ലോകത്തിലെ എല്ലാ അധികാരികളും എന്റെ കൈക്കകത്താണ് നിൽക്കുന്നത് അറിയാമോ? അവരൊക്കെ ഞാൻ പറയുന്നത് പോലെ ചലിക്കത്തുള്ളൂ. അത്ര അധികാരം എന്റെ കയ്യിലാണ്. ഇവരൊക്കെ ഇന്ന് അധികാരത്തിലിരിക്കുന്നത് എന്റെ പണത്തിന്റെ കനം കൊണ്ടാണ്. ഞാനൊന്ന് ഞൊടിച്ചാൽ മതി, എല്ലാം തലകറങ്ങി. നീ എന്റെ ആളാണ്. ഒരു മനുഷ്യനും എന്റെ മുന്നിൽ പണമാണിട്ടില്ല. പണത്തിനകത്തും ഞാനുണ്ട്. നിന്നെ ഏറ്റവും വലിയ പണക്കാരനാക്കി ഞാൻ തീർക്കാം. നീ എന്റെ കൂടെ പോരുന്നോ? എനിക്ക് പണം ആർത്തിയാണ്. എനിക്ക് ഒത്തിരി പണം വേണോ? നിന്നെ പോലെ ഒരാളെയാണ് ഞാൻ കാത്തിരുന്നത്. എനിക്ക് ഒത്തിരി പണം തരുമോ? നീ എന്റെ കൂടെ പോരുന്നോ? നമ്മുടെ രാജ്യത്തിലേക്ക്, നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണ്. Hello. Yes. Techno speaking. Yeah. Server hack ചെയ്യണോ? Oh no. ഇത് വളരെ സ്മോൾ കാര്യം എന്നെ വിളിക്കരുതേ. മറ്റേതാണ് പിള്ളേരോട് പറ. സോറി. ഞാനോ? ഞാനിപ്പോൾ ഒരു പുതിയ ടെക്നോളജി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രി എങ്ങനെ പകലാക്കാം, പകലിൽ എങ്ങനെ രാത്രിയാക്കാം. വർക്ക് കഴിയാറായി. ചൈന പറഞ്ഞിരിക്കുകയാണ് 6,000 crores തരാമെന്ന്. 6,000 crores. വേണ്ട. മനുഷ്യന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെക്നോളജി ഞാൻ ക്രിയേറ്റ് ചെയ്യും. എന്റെ കയ്യിലുണ്ട്, പക്കലുണ്ട്. 900 crores. നീ എന്റെ കൂടെ പോരുന്നു. ഈ ലോകത്തെ ഈ ലോകത്തെ നിയന്ത്രിക്കാനുള്ള ശക്തി ഞാൻ നിനക്ക് തരാം. നീ എന്റെ കൂടെ പോരുന്നു. ഇതിനുള്ള ശക്തി ഞാൻ വീണ്ടും വർദ്ധിപ്പിക്കാം. ഞാൻ വിചാരിച്ചു ഈ ലോകത്തിലെ ഏറ്റവും നല്ല ടെക്നോളജി എന്റെ മക്കളാണ്. കോടിക്കണക്കിന് കാശ് നിനക്ക് കിട്ടും. നീ എന്റെ കൂടെ പോരുന്നു. ഈ ലോകത്തെ, എന്റെ രാജ്യത്തിൽ നീ പോരുന്നു. ഈ ലോകത്തെ മുഴുവൻ കൈ ഇട്ട
അമ്മാനമാണ് ടെക്നോളജി. എല്ലാം നിനക്ക് തരാം. നീ എന്റെ കൂടെ പോരണം. പോരോ? കിട്ടുമല്ലോ. ഉറപ്പാണല്ലോ. തീർച്ചയായും. ഒരു 6,000 crores ഉറപ്പിക്കാം. നിനക്ക് ഞാൻ എല്ലാം തരാം. വായുടെ. നീ എന്റെ അടുത്തയാണ്. വായുടെ. ദൈവവചനം ജീവനും ശക്തിയുമാകയാ. അതെ, ദൈവവചനമാണ് ജീവനും ശക്തിയുമുള്ളത്. ഞാൻ ആ വചനം എല്ലാ ദിവസവും വായിച്ച് ഞാൻ ബലപ്പെടുകയാണ്. യഹോവ എന്റെ ഇടയനാകുന്നു. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. അയ്യോ, ആ വചനം എന്നെ ശക്തീകരിക്കുന്നു. എന്താണ്? എനിക്ക് കേൾക്കണ്ടല്ലോ. അതെന്താണ്? ഇഷ്ടമില്ലയോ? വായിക്കാൻ പറ്റുന്നില്ല. കേട്ടോളൂ. പച്ചയായ പുൽപ്പറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ദൈവവചനം വായിച്ച് ബലപ്പെട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ മാത്രമേ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും നമ്മെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധ്യമല്ല. ദൈവവചനത്തിന്റെ ശക്തിയുണ്ട്. ദൈവവചനം വായിക്കുന്നതിന് ദൈവ പൈതലിന്റെ ശക്തിയുണ്ട്. കൂട്ടുകാരെ, ഈ ശക്തി നിങ്ങൾക്ക് ആവശ്യമില്ലേ? ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധ്യമല്ല. ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവവചനത്തിൽ ആശ്രയിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ നിങ്ങൾ ചിത്രീകരണമൊക്കെ കണ്ടല്ലേ? ജോണി, ചിത്രീകരണം കണ്ടോ? പേടിച്ചു പോയോ? അതെന്തിനാ പേടിക്കുന്നേ? സാത്താനെ കണ്ടിട്ട് പേടിച്ചു പോയി. സാത്താനെ കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. യേശു അപ്പച്ചനെയും പരീക്ഷിക്കാൻ സാത്താൻ വന്നു. നമ്മുടെ ജീവിതത്തിലും സാത്താനൊക്കെ കടന്നു വരും. പക്ഷെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? നമ്മൾ ആരാണ്? ആരുടെ കുഞ്ഞുങ്ങളാണ്? ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ദിനവും പ്രാർത്ഥിച്ചാൽ, വേദപുസ്തകം വായിച്ചാൽ സാത്താൻ നമ്മുടെ അടുക്കയില്ല. സാത്താൻ്റെ ശക്തിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് പറ്റും. നമ്മൾ ആ ചിത്രീകരണത്തിനകത്ത് കണ്ടല്ലേ, ആരൊക്കെയാണ് വരുന്നത്? ആദ്യം വലിയ ആരോഗ്യമുള്ള വലിയ കരോട്ടയൊക്കെ പഠിച്ച ആളാണ് വരുന്നത്. അദ്ദേഹത്തിന് സാത്താൻ്റെ ശക്തിയിൽ നിന്ന് രക്ഷ നേടാൻ പറ്റിയോ? പറ്റിയില്ല. സാത്താൻ പിടിച്ചോണ്ട് പോയി. അതിനുശേഷം ആര് വന്നു? വലിയ പണക്കാരൻ വന്നു അല്ലേ? വലിയ പൈസയുള്ള അധികാരമുള്ള ആൾ അല്ലേ? അദ്ദേഹത്തിനും സാത്താൻ്റെ ശക്തിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? രക്ഷ നേടാനായിട്ട് പറ്റിയില്ല. മൂന്നാമതാര് വന്നു? ബൈബിള് അല്ല, അതിന് മുമ്പ് ഒരാളുണ്ട്. മറന്നുപോയോ നിങ്ങൾ? ടെക്നോളജി, മൊബൈല്, ലാപ്ടോപ്പ് എല്ലാം അറിയാവുന്ന വലിയ ബുദ്ധിമാനായിട്ടുള്ളൊരു മനുഷ്യനും വന്നു. പക്ഷേ അദ്ദേഹത്തിനും സാത്താൻ്റെ ശക്തിയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് പറ്റിയില്ല. അവസാനം രക്ഷ നേടാൻ പറ്റിയ ഒരാൾക്കാണ്. ആ ആൾ എന്ത് ചെയ്യുന്നതാണ്? അതെ, വെരി ഗുഡ്. വേദപുസ്തകം വായിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നല്ലേ? വെരി ഗുഡ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വലിയ ചിത്രീകരണം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ജീവിതത്തിൽ നമുക്ക് പണമുണ്ടാക്കുന്നതിനും അപ്പുറമായി, വലിയ ബുദ്ധി ഉണ്ടാക്കുന്നതിനപ്പുറമായി, അതുപോലെ തന്നെ വലിയ ആരോഗ്യം എനിക്കുണ്ട് എന്നുള്ളതിനപ്പുറമായി വേദപുസ്തകം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്താണ്? അനുഗ്രഹമാണ് അല്ലേ? അപ്പോൾ നമ്മൾ മുമ്പേ തീരുമാനിച്ചതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ നമ്മൾ തീരുമാനിച്ചല്ലേ? അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? വേദപുസ്തകം വായിക്കും. മറ്റുള്ളതിലല്ല ആശ്രയിക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ സാത്താന്യ ശക്തിയിൽ നമുക്ക് രക്ഷ നേടാനായിട്ട് പറ്റും അല്ലേ? വെരി ഗുഡ്. കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ദിവസത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് അച്ഛൻ വിചാരിക്കുകയാണ്. നല്ല പാട്ട്, ആക്ഷൻ സോങ്, ചിത്രീകരണമൊക്കെ നമ്മൾ കണ്ടല്ലേ? എന്നാൽ നമ്മൾ പൊതുവായി കർത്താവിൻ്റെ മലമേലുള്ള ഉപവാസത്തെയും പ്രാർത്ഥനയെയും കുറിച്ച് മനസ്സിലാക്കി, അതിലൂടെ കർത്താവ് എങ്ങനെ സാത്താന്യ ശക്തിയെ നിന്നും ജയിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിലും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കും. തീർച്ചയായും കർത്താവ് 40 ദിവസത്തെ ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയോടെയാണ് സാത്താന്യ ശക്തിയെ ജയിച്ചത്. അപ്പോൾ ദിനവും പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ തീരേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ആ പാട്ടിൽ പറയുന്നുണ്ട്, സാത്താൻ സൂത്രക്കാരനാണ്. എന്നാൽ അതിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദിനവും വേദപുസ്തകം വായിക്കുന്നതിലൂടെ അല്ലേ? തീർച്ചയായും ദൈവത്തിൻ്റെ വചനം അത് നമ്മൾക്ക് ശക്തി പകരുന്നതാണ്, സാത്താന്യ ശക്തിയിൽ നിന്നും രക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടൊപ്പം വചനം ധ്യാനിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകേണ്ടതുണ്ട്.
കൂടാതെ നമ്മൾ ചിത്രീകരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ മറ്റുള്ളതിനല്ല പ്രാധാന്യം, അല്ലേ? നമ്മൾക്ക് പണത്തിലല്ല പ്രാധാന്യം, നമ്മുടെ ആരോഗ്യത്തിലല്ല പ്രാധാന്യം, നമ്മുടെ സമ്പത്തിലും മറ്റ് സൗന്ദര്യത്തിലും ഒന്നുമല്ല പ്രാധാന്യം. മറിച്ച് പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെയുള്ള സാത്താന്യ ശക്തിയെ അതിജീവിക്കാനായിട്ട് നമുക്ക് കഴിയും. നിത്യജീവിതത്തിൽ ഇതുപോലെ നമുക്ക് ഒത്തിരി സാത്താന്യ പരീക്ഷകളൊക്കെ കടന്നു വന്നേക്കാം. നമ്മുടെ യേശുപ്പച്ചന് പോലും സാത്താൻ്റെ പരീക്ഷയിൽ ചേരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ അതിനെ അതിജീവിക്കുവാനായിട്ട് കർത്താവിന് കഴിഞ്ഞു. അതുപോലെ തന്നെ സാത്താൻ്റെ പരീക്ഷകൾ നാം നേരിടുമ്പോൾ അതിനെ അതിജീവിക്കാൻ നമുക്ക് കരുത്ത് പകരുന്നത് ഈ വകയിലൂടെയാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ദിനവും പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് മറ്റുള്ളതിലല്ല കർത്താവിനാണ് പ്രാധാന്യമെന്ന തിരിച്ചറിവോടുകൂടി മുമ്പോട്ട് പോകുവാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അതിന് സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്രകാരമുള്ള ഈ ചിത്രീകരണത്തിലൂടെയും പാട്ടിലൂടെയും കൂടുതൽ കാര്യങ്ങൾ കർത്താവിൻ്റെ പരീക്ഷയിൽ കർത്താവ് എങ്ങനെ അതിജീവിച്ചു, സാത്താന്യ ശക്തി എങ്ങനെ അതിജീവിച്ചു എന്നുള്ളതും പഠിക്കാനായിട്ട് ശ്രമിക്കാം. അതുവരെ നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം, പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകാം. നന്ദി, നമസ്കാരം. ദൈവം സകലവും നന്മയ്ക്കായി ചെയ്യുന്നു. ഭക്തന്മാരിഹേ എന്തിനും അലയുന്നു വലയുന്നു. ഭക്തന്മാരിഹേ എന്തിനും അലയുന്നു വലയുന്നു. കൈകളിൽ രുചിച്ചതിൽ തിന്മയായൊന്നുമില്ല. കൈകളിൽ രുചിച്ചതിൽ തിന്മയായൊന്നുമില്ല. ശിക്ഷയായി പലതന്മേൽ വന്നു ഞാൻ അറിയുന്നു. രക്ഷകൻ അടിയന്മേൽ പക്ഷമായി ചെയ്തതെല്ലാം. രക്ഷകൻ അടിയന്മേൽ പക്ഷമായി ചെയ്തതെല്ലാം. എമ്മാനുവേലിന്റെ ചിറകുകൾ വിടരുന്നേ. അമ്മഹാഭാഗ്യദേശേ അടിയാനെ ഓർക്കണേ. അമ്മഹാഭാഗ്യദേശേ അടിയാനെ ഓർക്കണേ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ
സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിൻ സൂര്യൻ, രാജാതിരാജനാം മിശിഹാ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിൻ സൂര്യൻ, രാജാധിരാജനാം മിശിഹാ. കോടാക്കോടിതൻ ദൂതസൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയസുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മിശിഹാ. കോടാക്കോടിതൻ ദൂതസൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയസുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മിശിഹാ. തെളിമയും
നാദം